നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന്, അതായത് 24/8/24 നടന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് സി കോഡിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ദ ലാംഗ്വേജ് യൂസ്ഡ് ടു ക്രിയേറ്റ് മാക്രോ ഇൻ MS Excel. MS Excelൽ മാക്രോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് വിഷ്വൽ ബേസിക് ആണ്. ഡാഷ് ഫംഗ്ഷൻ ഇൻ MS Excel gives the total number of entries in a range of cell. ഒരു റേഞ്ച് ഓഫ് സെല്ലിൽ ഉള്ള എത്ര നമ്പർ ഓഫ് എൻട്രീസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കൗണ്ട് ഫംഗ്ഷൻ ആണ്. The function key which allow you to check spelling in MS Excel. സ്പെല്ലിംഗ് ചെക്ക് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. F7 ആണ് ആൻസർ. ഇൻ വിച്ച് എക്സൽ ടാബ് യു ക്യാൻ ഫൈൻഡ് ദ ഓപ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് ചാർട്ട്. ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഇൻസേർട്ട് ടാബാണ് ആൻസർ. അടുത്തത് വിച്ച് ഫംഗ്ഷൻ ഡിസ്പ്ലേ ഉള്ളി ദ കറണ്ട് ഡേറ്റ് ഇൻ MS Excel. കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ നൗ ഫംഗ്ഷൻ ആണ്. ബൈ ഡീഫോൾട്ട് ദ എക്സ്റ്റൻഷൻ ഓഫ് ഗിം ഫയൽ ഈസ്. ഗിം ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .xcf ആണ്. XCF എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റൽ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി ആണ് XCFിൻ്റെ ഫുൾ ഫോം. അടുത്ത ഇൻ പവർ പോയിന്റ് വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് പ്രസൻറ്റേഷൻ ഫ്രം ദ കറണ്ട് സ്ലൈഡ്. കറണ്ട് സ്ലൈഡിൽ നിന്നും പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Shift F5 ആണ്. അല്ലാതെ നമ്മൾ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ ആണെങ്കിൽ F5 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് Shift F5 ആണ്. അടുത്ത 88ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ MS പവർ പോയിന്റ് തീംസ് കുഡ് ബി ഫൗണ്ട് അണ്ടർ. MS പവർ പോയിന്റിൽ തീംസ് എവിടെയാണ് വരുന്നത്? ഡിസൈൻ ടാബിലാണ് വരുന്നത്. അടുത്ത 89ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ ഓഫ് ഡേറ്റാബേസ്. ഡേറ്റാബേസിൻ്റെ ഫിസിക്കൽ സ്റ്റോറേജ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്റേണൽ സ്കീമ ആണ്. അടുത്ത 90ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ് ഇൻ ഡേറ്റാബേസ് ക്വറി. ഡേറ്റാബേസ് ക്വറിയിൽ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് കമാൻഡ് ഏതാണ്? ആൾട്ടർ ആണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ DDL കമാൻഡ് ആയിട്ട് പറയുന്നത്. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് ഇത് മൂന്നുമാണ് DDLൽ വരുന്ന കമാൻഡ്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ് ദ ഫാസ്റ്റസ്റ്റ് ആക്സസ് ടു ദ ലാർജ് വീഡിയോ ഫയൽസ്. ഏതാണ് ആൻസർ? SCSA ഹാർഡ് ഡ്രൈവ് ആണ് ആൻസർ ആയിട്ടുള്ളത്. ലാർജ് വീഡിയോ ഫയൽസിന് ഫാസ്റ്റസ്റ്റ് ആക്സസ് ചെയ്യാനുള്ളത് SCSI ഹാർഡ് ഡ്രൈവ് ആണ്. അടുത്തതെന്ന് പറഞ്ഞാൽ വിച്ച് കമാൻഡ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഇൻ ലിനക്സ്. ആൻസർ എന്ന് പറയുന്നത് PWD ആണ്. അതായത് ലിനക്സിലെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് PWD കമാൻഡ് ആണ്. അടുത്ത 93ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് DOS ആണ്. DOS എന്ന് പറയുന്നത് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സ്പ്രെഡ്ഷീറ്റ്, പ്രോസസ്സർ, വേർഡ് പ്രോസസ്സർ, പെയിൻ്റ് ഒക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റോർസ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ റിക്വയർഡ് ടു ഇനിഷ്യലി ബൂട്ട് ദ കമ്പ്യൂട്ടർ ബൂട്ടിംഗ് ആയിട്ട് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? റോമിലാണ്, റീഡ് ഒൺലി മെമ്മറിയിലാണ്. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവരി വെബ് പേജ് ഹാസ് എ യുണീക്ക് അഡ്രസ് കോൾഡ്. ഓരോ വെബ് പേജിൻ്റെയും യുണീക്ക് അഡ്രസ്സിനെ പറയുന്ന പേര് URL എന്നാണ്. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അടുത്ത 96ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ MS വേർഡ് ഡാഷ് ഡിസ്പ്ലേ ദ ബട്ടൺ ഹെഡർ ആൻഡ് ഫൂട്ടർ. ഹെഡർ ആൻഡ് ഫൂട്ടർ എവിടെയാണ് കാണപ്പെടുന്നത്? ഇൻസേർട്ടിലാണ് ഉള്ളത്. അടുത്ത വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് യൂസ്ഡ് ടു അപ്ലൈ ദ സബ്സ്ക്രിപ്റ്റ് ഫോർമാറ്റിംഗ് ഇൻ MS വേർഡ്. സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+= ആണ്. സൂപ്പർസ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ Ctrl+Shift+= ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ Ctrl+= ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഫീച്ചർ ഇൻ MS വേർഡ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ പേഴ്സണലൈസ്ഡ് ലെറ്റേഴ്സ്. മൾട്ടിപ്പിൾ പേഴ്സണലൈസ്ഡ് ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മെയിൽ മെർജ്. ആൻസർ മെയിൽ മെർജ് ആണ്. 99ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കമാൻഡ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ MS വേർഡ് വ്യൂ മെനു. MS വേർഡിലെ വ്യൂ മെനുവിൽ അവൈലബിൾ അല്ലാത്തത് സിമ്പിൾസ് ആണ്. ഹെഡിങ്, ഗ്രിഡ് ലൈൻസ്, റൂളറൊക്കെ നമുക്ക് വ്യൂ മെനുവിൽ അവൈലബിൾ ആണ്. അടുത്ത സിമ്പിൾസ് ഒക്കെ വരുന്നത് ഇൻസേർട്ട് ടാബിലാണ്. അടുത്ത എമംഗ് ദ ഫോളോയിങ് 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ അലോ യു ടു ലിങ്ക് അതർ പാർട്ട് ഓഫ് ദ സെയിം ഡോക്യുമെൻ്റ് ഇൻ MS വേർഡ്. ഏതാണ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹൈപ്പർ ലിങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ റെഫർ ചെയ്യുക. നമ്മുടെ അടുത്ത എക്സാമുകൾക്ക് ഇത് പ്രയോജനപ്പെടും. താങ്ക്